ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കെടുതികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നതായിരുന്നു 2016 LDFിൻ്റെ ഒന്നാമത്തെ കടമ. LDF വരും, എല്ലാം ശരിയാകും. ഈ എല്ലാം ശരിയാകുന്നുള്ള എല്ലാം എന്നതിൻ്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. 2018 ആയപ്പോൾ മഹാപ്രളയം വന്നു. 2019 അതിൻ്റെ ആവർത്തനം വന്നു. ഇതിനിടയ്ക്ക് ഓക്കി ദുരന്തം വന്നു, നിപ്പ വന്നു, പിന്നീട് കോവിഡ് മഹാമാരി വന്നു. ഈ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തെ മാതൃകാപരമായി നയിച്ചോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഉള്ളത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഈ നാട്ടുപുറത്തൊക്കെ ഒരു സാധാരണഗതിയിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഈ കട സാധാരണഗതിയിൽ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ആദായ തരത്തിൽ വിറ്റഴിക്കൽ പ്രക്രിയ നടത്തും എന്ന് പറയാൻ ബോർഡ് വെക്കും. ആദായ വിൽപ്പന, കട ഒഴിപ്പിക്കൽ. ഒരു സംസ്ഥാന സർക്കാർ 10 കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുപാള എടുപ്പിച്ചതിന് ശേഷം അവസാനത്തെ കച്ചത്തിരുമ്പാണ് ഞങ്ങൾ 5 കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച ഇട്ട് തന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തിത്തരും എന്നൊരു ധാരണ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കുമുണ്ട്. ഒരു അളയിൽ നിന്ന് 2 തവണ പാമ്പിന്റെ കടിയേക്കൂല കേട്ടോ. ഒരു തവണ കേൾക്കും, ഒരു തവണ എന്തായാലും കടിയേക്കും. 2 തവണ ഒരേ അളയിൽ ഒരാൾക്കും പാമ്പ് കടിയേറ്റിട്ടില്ല. നക്കാപ്പിച്ച എന്നൊരു വാക്ക് പറഞ്ഞു. ഞാനിത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ മറുപടി പറയുന്നില്ല. ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്. ഞങ്ങൾ 5th ഗിയറിലാണ്. 5 ഗിയറിൽ ഈ 5th ഗിയർ ഇടുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഈ തൊട്ട് മുമ്പ് താങ്കൾ പറഞ്ഞ നമ്മൾ എന്താ ഇൻഡെക്സുകളൊക്കെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞത് ഈ 2016 ശേഷമാണോ ശ്രീ അനിൽകുമാർ? അത് വഴിയേ അറിഞ്ഞോളൂ. അല്ല, 3.0 ലോഡിംഗ് എന്ന് അവരുടെ പ്രൊഫൈലിൽ കാണുന്നുവെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറഞ്ഞല്ലോ. 5th ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓടിക്കുകയാണ് ജനം. അപ്പൊ നല്ല ഓട്ടോ ഓടുക നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ തട്ടിപ്പ് കൊണ്ട് ചെന്ന ജനങ്ങൾ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് അടിച്ചു ഓടിക്കൂലേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?